വിശ്വാസങ്ങളുടെ ഭാഗമായി നമുക്ക് സമയങ്ങൾ വളരെ അത്യാവശ്യമാണ്. സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നറിയാം. എന്നാൽ പോലും ഒരു ചെറിയ എലമെൻറ്റും കൂടെ സംസാരിച്ചിട്ട് നമുക്ക് വേഗം വൈൻഡപ്പ് ചെയ്യാം. വിശ്വാസങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ സമയം നോക്കി സിസേറിയൻ തീരുമാനിക്കുന്നു, സമയം നോക്കി സർജറി തീരുമാനിക്കുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മൾ ഹെൽത്ത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഘടകമാണ് ഈ ഒരു എലമെൻറ്റ്. എത്രത്തോളം വിശ്വാസങ്ങൾ ഒരു മോഡേൺ സയൻസിലെ ഹെൽത്തിൽ വരുമ്പോഴത്തേക്കും ഒരു ഘടകമായി വരുന്നുണ്ട്? അങ്ങനെയൊക്കെ ചെയ്യുന്നത് എത്രത്തോളം ശരിയാണ് എന്നതിനെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. അത് ശരിയല്ല എന്നുള്ളൊരു ധാരണ തന്നെയാണ് എനിക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് മോഡേൺ സയൻസുമായിട്ട് ബന്ധപ്പെട്ടാണോ അങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളതൊന്നും എനിക്ക് അറിയില്ല. ഇനി അതിനെന്തെങ്കിലും ശാസ്ത്രീയമായ അടിത്തറ ഉണ്ടോ എന്നും എനിക്കറിയില്ല. എനിക്ക് അനുഭവം ഉണ്ടത്. എൻ്റെ മൂത്ത മകളെ ഞാൻ 1 മാസം ആശുപത്രി കിടന്നിട്ടാണ് പ്രസവിച്ചത്. അപ്പോൾ അവൾ പ്ലസിന് എനിക്കൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. അപ്പം കുട്ടി ഫുൾ ടേം ആയി കഴിഞ്ഞാൽ ഉടനെ സിസേറിയൻ ചെയ്ത് എടുക്കണം എന്നായിരുന്നു. എനിക്ക് അനങ്ങാൻ വയ്യായിരുന്നു. അപ്പോൾ ആ ഡോക്ടർ, എന്നെ നോക്കിയ ഡോക്ടർ ഈ പറഞ്ഞ പോലെ സവർണയോ ഹിന്ദു മതമോ ഒന്നുമല്ല. പക്ഷെ അവർക്ക് ഈ കിട്ടുന്ന നേഴ്സുമാർ എല്ലാവരും കൂടെ തീരുമാനിച്ചു, സമയം നോക്കണം, ഏതാ നല്ലതെന്ന് നോക്കണം, എന്തായാലും സിസേറിയൻ ഞങ്ങളോട് പറയുന്നുമില്ല. എന്നിട്ട് അവസാനം ഇവർ തന്നെ തീരുമാനിച്ചു മകത്തിൻ്റെ അന്ന് ചെയ്യണം എന്നൊക്കെ. ഈ പറഞ്ഞ പോലെയാണ്, മകത്തിൻ്റെ അന്ന് ചെയ്തു. പക്ഷേ ആ അവളുടെ മകം വല്ലാത്ത മകമായിപ്പോയി. മകം അവസാനം എങ്ങാണ്ടാണ്, വളരെ മോശം മകമാണ്. അപ്പോൾ അതിലെ തമാശ എന്താണെന്ന് വെച്ചാൽ ഇവർ ഉദ്ദേശിച്ചത് കറക്റ്റായിട്ട് നമ്മൾ മനുഷ്യൻ്റെ യുക്തി അനുസരിച്ച്, കണക്ക് കൂട്ടൽ അനുസരിച്ച് ഒരു കൊച്ചിനെ ഏറ്റവും നല്ല രീതി അങ്ങനെയൊന്നുമല്ല. കാരണം ഡോക്ടറിന് വന്ന വഴിക്ക് ഇത് എന്തോന്നോ ട്രാഫിക് ജാമോ എന്തോ ആയിട്ട് അവരുടെ വണ്ടി എത്താൻ വൈകി. അപ്പം സമയം മകൻ തന്നെയാണല്ലോ, തീരുന്നതിന് മുമ്പേ ചെയ്യാമെന്നും പറഞ്ഞ് എന്നെ ആദ്യം കണ്ട് കൊണ്ടുപോയിട്ടാണ് ചെയ്തത്. അവരുടെ കാൽക്കുലേഷൻ ഇതാ പറയുന്നത്. ഈ ശരിക്കും വിശ്വാസമുള്ളവർ ഇതിൻ്റെ പുറകെ പോവില്ല. കാരണം ശരിക്കും വിശ്വാസമുള്ളവർ വിചാരിക്കുന്നതെന്നറിയാം, ഭഗവാൻ തീരുമാനിക്കുന്നതല്ലേ, അത് ഞാൻ എന്തെല്ലാം ചെയ്താലും ദൈവം തീരുമാനിക്കുന്ന സമയത്തേ നടക്കുകയുള്ളൂ എന്നാണ് നല്ല വിശ്വാസികൾ പറയുന്നത്. ഈ അമിതമായ മനുഷ്യന് ഈ ലോകത്തെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള അമിതമായ ആത്മവിശ്വാസത്തിൽ നിന്നാണ് ഈ പറഞ്ഞ ഇത് വരുന്നത്. അത് ഈ പറഞ്ഞ പോലെ ശാസ്ത്രത്തിൻ്റെ വേഴ്സ്റ്റായിട്ടുള്ള മാനിഫെസ്റ്റേഷനിൽ കാണുന്ന ഒരു പ്രവണതയാണ്. നല്ല വിശ്വാസിക്ക് ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല, ഈശ്വരൻ തീരുമാനിക്കാതെ നടക്കും, അത്രയേ ഉള്ളൂ. വിശ്വാസങ്ങളുടെ കൂടെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ചോദിക്കുന്ന ഒരു ഘടകമുണ്ട്. സ്ത്രീകളുടെ ലൈംഗികതയിൽ വിശ്വാസങ്ങൾ കൊണ്ടുവരുന്ന റെസ്ട്രിക്ഷൻസ് വളരെ സ്പെസിഫിക്കലി ചോദിക്കുകയാണെങ്കിൽ ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷനുകൾ സംഭവിക്കുന്നുണ്ട്. അത് വിശ്വാസങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ കേരളത്തിൽ പോലും അതിനെക്കുറിച്ചുള്ള ഇഷ്യൂസ് വന്നു തുടങ്ങിയിട്ട്. എന്ത് അവകാശമാണ് വിശ്വാസത്തിനുള്ളത് ഒരു സ്ത്രീയുടെ, ഏത് വ്യക്തിയുമായി, ഒരു ലൈംഗികതയിലേക്കും അവരുടെ സെക്ഷൽ ഫ്രീഡത്തിലേക്കും കടന്നു കയറാനായിട്ട്? അതൊക്കെ ശുദ്ധ മണ്ടത്തരായിട്ട് ഞാനും വിശ്വസിക്കുന്നുള്ളൂ. അതൊക്കെ വളരെ എൻ്റെ നാട്ടിലൊക്കെ ഒരിക്കലും തീർച്ചയായും അത്തരത്തിലുള്ള ആൾക്കാരെ നിയമത്തിന് മുമ്പിൽ തന്നെ കൊണ്ടുവന്ന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കേണ്ടതാണ്. എന്നാൽ സ്ത്രീയുടെ ആയാലും പുരുഷൻ്റെ ആയാലും അതിലേക്കെന്നുള്ള ഒരു കടന്നുകയറ്റം ഒരിക്കലും സമൂഹത്തിന് അംഗീകരിച്ചു കൊടുക്കാൻ പാടുള്ളതല്ല. ഒറ്റപ്പെട്ടതാണെങ്കിൽ പോലും പല വാർത്തകളും ഈ ഇടയ്ക്ക് തിരിച്ചു വരുന്നു. പണ്ട് ഒരുപക്ഷെ നമ്മൾ ഇല്ല എന്ന് കരുതി വെച്ചിരുന്ന പല വാർത്തകളും ഇപ്പൊ തിരിച്ചു വരുന്ന ഷോക്കിംഗ് ഇൻഫർമേഷൻസ് വന്നായിരുന്നു. ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷന് ഒരു തരത്തിലുള്ള ഇസ്ലാമിന്റെ ഒരു ടെക്സ്റ്റിലും, ഖുറാൻ അടക്കമുള്ള ഒരു ടെക്സ്റ്റിലും യാതൊരു അടിസ്ഥാനവുമില്ല. ഇത് ഈ ശരിക്കും സമുദായം അവരുടെ സ്ത്രീകളെ കൺട്രോൾ ചെയ്യാനായിട്ട് പ്രയോഗിച്ചത് അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചൊക്കെ ഒരുപാട് വർക്കുണ്ട്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വർക്കുണ്ട്. അതിനെ ഈ പറഞ്ഞ പോലെ ഇതിലോട്ടങ്ങ് വലിച്ച് കയറ്റി പിന്നീട് ഇങ്ങനെ ഈ ചൈനീസ് ഫുഡ് ബൈൻഡിങ്ങിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ ഞാൻ ചോദിക്കേണ്ടത്, കാരണം കുഞ്ഞു കാലുകളുള്ള സ്ത്രീകൾ കുറെ കൂടി അട്രാക്റ്റീവ് എന്ന് പറയുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ വളരാൻ അനുവദിക്കാതെ പിടിച്ച് കെട്ടിവെക്കുന്ന ടോട്ടലി ഡിഫോംഡ് ആയിട്ട് ജീവിതകാലം മൊത്തം അവരവരുടെ കാലിൽ കൊണ്ട് നടക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത്, നടക്കാൻ പോലും വയ്യാതെ. ഞാനാണെങ്കിൽ ഒരുപാട് ഏകദേശം എന്താ പറയണ്ടേ 8-9 വർഷം കൊണ്ട് യാത്രയാണല്ലോ. അപ്പോൾ ഏകദേശം 27,000-ഓളം വികലാംഗർ ആദിവാസി വിഭാഗങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. അപ്പോൾ അതൊക്കെ ഇവർ അങ്ങനെ നോക്കിയിട്ടാണോ, അതൊക്കെ ഒരു എന്താ പറയണ്ടേ, ഒരു എന്തോ ആണ് അങ്ങനത്തെ വികലാംഗത്വം ഉണ്ടാകാൻ കാരണം. ആകപ്പാടെ 4.25 ലക്ഷം ആദിവാസികളാണ് ഇവിടെ ഉള്ളത്. അതിൽ 27,000 പേര് ഭയങ്കര വികലാംഗരാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ലൈംഗികതയായി ബന്ധപ്പെടുത്തി നമുക്ക് ഒരു മനുഷ്യൻ്റെയും ഒരു വിഭാഗത്തിൻ്റെയും കാര്യത്തിന് അങ്ങനെ പറയാൻ കഴിയില്ല. പിന്നെ ഞാൻ ജനിച്ചു വളർന്ന കാസർഗോഡ് ആയതുകൊണ്ട് എൻഡോസൾഫാൻ്റെ ഇരയുള്ള നാടാണ്. വെച്ചാൽ എൻ്റെ കോളനി തന്നെ എൻഡോസൾഫാൻ്റെ ഇരയുണ്ട്. എൻ്റെ കോളനിയിൽ ഒരു കുട്ടി തന്നെ, ഒരു കുട്ടി മാത്രമല്ല, ഒരുപാട് സ്ത്രീകൾ അതിൻ്റെ ഇരയായിട്ടുള്ളവർ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ലൈംഗികതയായിട്ട് ഇതൊന്നുമായിട്ട് ബന്ധിപ്പിക്കരുത്. അങ്ങനെ നിങ്ങൾ പറഞ്ഞ അതേ അഭിപ്രായം തന്നെ. ആരെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ കേസെടുക്കണം, കൊലക്കുറ്റത്തിന് കേസെടുക്കണം എന്നുള്ളതാണ്.